അവർ ആ രേഖ മാറ്റി. എന്തിനാണെന്നറിയാമോ? ഈ മോഷ്ടിച്ചവർ പിന്നീട് ട്രയലിന് വരുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ. കാര്യം അന്ന് ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് റീസണബിൾ ഡൗട്ട് ഉണ്ടാക്കാൻ. അതായത് അന്നത്തെ ട്രയൽ കോടതിയിൽ വരുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ, അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ സംശയം ജനിപ്പിക്കും. പക്ഷേ വേണ്ട, കൊടുത്ത UB ഗ്രൂപ്പിന്റെ കണക്കുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കണക്ക് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 1998-99 കാലങ്ങളിൽ വിജയമല്യ 30.291 തനി തങ്കം കിലോഗ്രാം 24 ക്യാരറ്റ് ഗോൾഡ് എവിടൊക്കെ പതിച്ചിട്ടുണ്ട്, കട്ടിളയിൽ എത്ര, ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര, മേൽക്കൂലയിൽ എത്ര, അയ്യപ്പന്റെ ചുവർ ചിത്രങ്ങളിൽ എത്ര, എല്ലാം കൃത്യമായിട്ട് അവരുടെ കണക്കുണ്ട്. അപ്പൊ അവരുടെ കണക്ക് കൃത്യമായി ഹൈക്കോടതി രേഖകളിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് എന്താ രേഖ കൊടുക്കാത്തതെന്ന് അറിയാമോ? പിന്നീട് ഇവരെ രക്ഷിക്കാൻ, അതായത് ട്രയൽ ഘട്ടത്തിൽ വരുമ്പോൾ സംശയം ഉണ്ടാക്കാൻ വേണ്ടി കുറ്റം നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഇവരെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കുന്നു. കോടതിക്ക് അറിയാം പലപ്പോഴും ഒരു തെറ്റുകാരാണെന്ന്, പക്ഷേ സംശയത്തിന്റെ ആനുകൂല്യം നൽകേണ്ട ഒരു അവസരം വരും. ആ സംശയത്തിന്റെ ആനുകൂല്യം നൽകാൻ ദേവസ്വം ബോർഡ് ഇപ്പോഴേ രേഖകളിൽ കൃത്രിമം കാണിക്കുക. ഇത് ഞാൻ പെട്ടെന്ന് സാധാരണക്കാർക്ക് ഇത്രയൊന്നും കോംപ്ലക്സ് ആയ കാര്യം കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. സാധാരണക്കാർക്ക് കേൾക്കുന്ന ഒരു കാര്യം പറയാം. മായാജിയുടെയോ എന്റെയോ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം നമ്മൾ പണിയെടുപ്പിക്കാൻ കൊടുത്തു എന്നിരിക്കട്ടെ. 39 ദിവസത്തിന് ശേഷവും നമ്മൾ കൊടുത്തുവിട്ട ആൾ, പണിക്കാരൻ, സ്വർണ്ണ പണിക്കാരന്റെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ?